കൂടെ നിന്ന് സമരം ചെയ്ത ചില ആളുകളൊക്കെ ഉണ്ട്. അവരോട് നമ്മൾക്ക് പറയുവാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളിനി സമരത്തിന് പോകുന്ന സമയത്ത് മുണ്ടെടുത്ത് സമരത്തിന് പോകരുത് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ മുണ്ടെടുത്ത് സമരത്തിന് പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുണ്ട് മാടിക്കുത്തേണ്ടി വന്നാൽ നിങ്ങളുടെ കാവിക്കളസം കാണേണ്ടുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വരുമെന്നത് നിങ്ങൾ ഓർക്കണമെന്നാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുവാനുള്ളത്. ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കാനല്ല. PMശ്രീയിൽ തെറ്റെന്താണ് എന്ന് ഇടതുപക്ഷ നിലപാടുകൾക്കും നയത്തിനും എതിരായിട്ടാണ് PMശ്രീ ഇപ്പോൾ ഒപ്പിട്ടിട്ടുള്ളത്. ശിവൻകുട്ടിക്കും അറിയാമായിരിക്കും, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്കുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറിക്ക് ബോധ്യമായിട്ടുള്ള കാര്യം ശിവൻകുട്ടിക്ക് ബോധ്യമാവാത്തത് എന്താണ് എന്ന കാര്യം സംശയമുള്ള കാര്യം തന്നെയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം ഫോളോ ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഫണ്ട് മാത്രമാണ് ലക്ഷ്യം. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സമയത്ത് NEP വരുമ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലുമൊക്കെ ഞങ്ങൾക്ക് വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ കഴിഞ്ഞ നടപ്പിലാക്കിയ സ്ഥലങ്ങളിലൊക്കെ മധ്യകാല ഇന്ത്യയുടെ ചരിത്രം, മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അത് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്ത ഒരു സിലബസാണ് വന്നിട്ടുള്ളത്. അതുപോലെയുള്ള ജനങ്ങൾക്കും ആളുകൾക്കും അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടുന്ന വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് RSSൻ്റെ തിട്ടൂരങ്ങൾ നടപ്പിലാക്കുക എന്ന പോളിസി നടപ്പിലാക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെ എതിർക്കണമെന്നാണ് AIYF-ഉം AISF-ഉം തീരുമാനിച്ചിട്ടുള്ളത്. PMശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സിലബസുകൾ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നമുക്ക് കിട്ടേണ്ട ഒരുപാട് ഫണ്ടുകളാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനൊരു ബദൽ മാർഗമായിട്ട് ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊരു നയപരമായ തീരുമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഫണ്ടാണ് വിഷയമെങ്കിൽ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ചർച്ചകൾ നടത്തി അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി സാധിക്കും. ഫണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കേരളത്തിൻ്റെ ഇന്ന് വരെ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നേട്ടങ്ങളെ തകർക്കുവാനുള്ള പരിശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ തീരുമാനം.